ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി 2 കോണിക് സെക്ഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സർക്കിൾ ആണ്, രണ്ടാമത്തത് പരാബോളയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തതാണ് എലിപ്സ് ആണ്. ആരാണ്? എലിപ്സ്. ഓക്കെ, എന്താ എലിപ്സിന്റെ ഷേപ്പ്? എന്താ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു നീണ്ട വത്തക്ക പോലെയാണ് അല്ലെ, നമ്മളൊരു തണ്ണീർമത്തൻ പോലെയാണ്. അപ്പോൾ അതിന്റെ ഷേപ്പ് നിങ്ങളുടെ മൈൻഡിലുണ്ട്, ആ 3 ഡയമെൻഷണൽ ഷേപ്പ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എലിപ്സ് പറയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെയുള്ള ഒരു ലൈനും എടുക്കുകയാണ്. ഇവിടെ നമുക്കറിയാം എലിപ്സിൽ ഈ ഒരു ലൈന് വലിയ ലൈനാണ് അല്ലെ, ഈ ലൈന് വലിയ ലൈനാണ്, ഇയാൾ ചെറിയ ലൈനാണ്. വലിയ ലൈനും ഉണ്ട്, ചെറിയ ലൈനും ഉണ്ട്. ഈ വലിയ ലൈനിൽ 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ ഫോക്കസ് ഉണ്ട്, ഒന്നാമത്തെ ഫോക്കസ് F1 ഉണ്ട്, ഇവിടെ സെക്കൻഡ് ഫോക്കസ് F2 ഉണ്ട്. 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. 2 ഫോക്കസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഫോക്കൈ എന്ന് പറയും. എന്താ പറയുക? ഫോക്കൈ അല്ലെങ്കിൽ ഫോസി എന്ന് പറയും. എന്താ പറയുക? ഫോസി. അപ്പൊ നമുക്കറിയാം ഒരു എലിപ്സിൽ എന്തുണ്ടടാ? 2 ഫോക്കസുകൾ ഉണ്ട്. 2 ഫോക്കസുകൾ ഉണ്ട്. 2 ഫോക്കസുകൾ ഉള്ളതുകൊണ്ട് അതിനെന്ത് പറയുന്നു? ഫോക്കൈ എന്ന് പറയുന്നു. ഫോക്കൈ എന്ന് പറയുന്നു. ദെൻ ഇവിടെ ഈ ഫോക്കസിന്റെ ഇത് സെന്റർ ആണ്. ഇവിടെ 0 0 ആണ്. ആരാണ്? 0 0 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് സി ആന്ന് വിചാരിക്കുക. ഇവിടുന്ന് എഫിലോട്ടുള്ള ലെങ്ത് സി ആന്ന് വിചാരിക്കുക. അപ്പൊ ഈ F1ന്റെ കോർഡിനേറ്റ് എന്താ ഉണ്ടാവുക? C0 ആണ്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ -C0 ആയിരിക്കും. -C0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഫോക്കൈ നമ്മൾ പറഞ്ഞു, ഫോക്കൈ എന്ന് പറയുന്നത് ഒന്നുകിൽ +0 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? -0 ആയിരിക്കും. അതിനെ നമ്മൾ +or-C0 എന്ന് പറയുന്നു. ക്ലിയർ? ദെൻ ഈ 2 എൻ പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ വെർട്ടെക്സുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇവിടെ മറ്റൊരു വെർട്ടെക്സ് ഉണ്ട്. 2 വെർട്ടക്സസ് ഉണ്ട്. ആ 2 വെർട്ടെക്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വെർട്ടീസസ് എന്ന് പറയും അല്ലെ. 2 എണ്ണാവുമ്പോൾ എന്താവും? വെർട്ടീസസ് ആയി. സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് A ആണെങ്കിൽ ഈ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് A0 ആണ്. എന്താണ്? 0 0 അല്ല, A0 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് എന്തായിരിക്കും? -A0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയണം വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എന്താണ്? വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എന്താണ്? +or-A0 ആണ് അല്ലെ. ഒന്നുകിൽ +A0 അല്ലെങ്കിൽ എന്താണ്? -A0 ആണ്. ഓക്കെ, അപ്പോൾ എലിപ്സ് പറഞ്ഞു. എലിപ്സിൽ 2 ഫോക്കസ് ഉണ്ടാവും. ആർക്ക്? എലിപ്സിന്. അതിന് ഫോക്കൈ എന്ന് വിളിക്കുന്നു. ഈ കേസിൽ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് +or-C0 ആണ്. ഇവിടെ 2 വെർട്ടെക്സുകൾ ഉണ്ട്, അതിനോട് വെർട്ടിസസ് എന്ന് പറയുന്നു. ഈ വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് +or- എന്താണ്? A0 ആണ്. ആരാണ്? A0. ഓക്കെ, ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വലിയൊരു ആക്സിസ് ആണ് അല്ലെ, വലിയ ആക്സിസ് ആണ്. ഈ വലിയ ആക്സിസിലാണ് ആരുണ്ടാവുക? വലിയ ആക്സിസിലാണ് ആരുണ്ടാവുക? നമ്മുടെ ഫോക്കസ് ഉണ്ടായിരിക്കുക. ആരുണ്ടാവുക? നമ്മുടെ ഫോക്കസ് ഉണ്ടായിരിക്കുക. ഈ വലിയ ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ് എന്ന് പറയാ. എന്താ പറയാ? മേജർ ആക്സിസ്. വലിയ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. അപ്പോൾ ചെറിയ ആക്സിസിനെ വിളിക്കുന്ന പേരെന്താ? മൈനർ ആക്സിസ്. വലിയ ആക്സിസിനെ മേജർ ആക്സിസ് എന്നും ചെറിയ ആക്സിസ് എന്ന് വിളിക്കുന്നു മൈനർ ആക്സിസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്, മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ പ്രൂഫ് ഉണ്ട്. അതിന് വേറെ പ്രൂഫ് ഇല്ല, നമുക്ക് ഇവിടെ തന്നെ പറയല്ലേ. കാരണം ഇങ്ങോട്ട് a ഉണ്ട്, ഇങ്ങോട്ട് a ആണ്. അപ്പൊ 2a ആണ്. സെപ്പറേറ്റ് പ്രൂഫിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2b ആണ്. ആ b നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല, അത് ശരിക്കും സെപ്പറേറ്റ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന്റെ തിയററ്റിക്കൽ ബേസിലോട്ട് പോകുന്നില്ല, അതിന്റെ പ്രോബ്ലം പറയാണ്. പറഞ്ഞോ, ഫോക്കസ് എന്താണ്? +or-C0 ആണ്. വെർട്ടിസസ് എന്താണ്? +or-C0 ആണ്. സോറി, വെർട്ടിസ് എന്താണ്? +or-A0 ആണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എലിപ്സിലെ വലിയ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. മേജർ ആക്സിന്റെ ലെങ്ത് എന്താണ്? 2a ആണ്. ചെറിയ ആക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈനർ ആക്സ്. ചെറിയ ആക്സിന്റെ ലെങ്ത് എന്താണ്? 2b ആണ്. അപ്പൊ ഇയാളാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, x²/a² + y²/b² = 1 ആണ്. എന്താ എലിപ്സിന്റെ ഇക്വേഷൻ? എന്താ? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് എലിപ്സ്? x²/a² + y²/b² = 1 ആണ് ആരുടെ ഇക്വേഷൻ? എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്കിതിൽ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എഗെയിൻ ഒരു ഭംഗിയില്ലാത്ത ഒരു എലിപ്സ് എടുക്കാണ്. നേരത്തെ വരച്ച പോലെ വരയ്ക്കുന്നു. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ ഈ ലെങ്ത് ബി ആയിരിക്കും. ഈ ലെങ്ത് എന്താണ്? ബി ആയിരിക്കും. ഈ ലെങ്ത് എ ആയിരിക്കും. ഈ ലെങ്ത് എന്തായിരിക്കും? എ ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് എ ആയിരിക്കും. ഈ ലെങ്ത് സി കേട്ടോ. സി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ നമ്മുടെ ഫോക്കസ് ഉള്ളത്. ഈ ഫോക്കസിന്റെ കോർഡിനേറ്റ് C0 ആണല്ലോ. അപ്പൊ ഈ ലെങ്ത് എന്താണ്? സി എന്ന് എടുക്കുകയാണ്. നമുക്കറിയാം മൈനർ ആക്സിസ് 2B ആണ്. അപ്പൊ ഈ ഒരു ഭാഗം എന്താണ്? ബി ആണ്. ഞാൻ ഈ ഭാഗത്തിന് എന്ത് കൊടുക്കുകയാണ്? എ എന്ന് കൊടുക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ എ വന്നു എന്നുള്ളതിനൊക്കെ വേറെ പ്രൂഫ് ഉണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു റിലേഷൻ പറയാനാണ്. ഇവിടെ നിങ്ങൾക്കറിയാം ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു എന്ന് മാത്രം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് എന്താണ്? ഈക്വൽ ആണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. റിലേഷൻ പഠിക്കണം. ദെൻ അടുത്തത് എസെൻട്രിസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതാ കോൺസെപ്റ്റ്? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സിയും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ആരാണ്? സിയും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് C/A ആണ്. ആരാണ്? C/A ആണ്. എന്താണ്? C/A. എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു C/A. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ എ എന്ന് പറയുന്നതല്ലടാ കാരണം ഹൈപ്പോട്ടന്യൂസ് അല്ലെ. എ എന്ന് പറയുന്നതല്ലേ വലിയ സൈഡ് അല്ലെ. അപ്പൊ C/ വലിയ സൈഡാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറയാം എസെൻട്രിസിറ്റി ഓൾവൈസ് എന്താണ്? ലെസ് ദാൻ 1 ആണ്. ആരുടെ കേസിൽ? ഒരു എലിപ്സിന്റെ എസെൻട്രിസിറ്റി എപ്പോഴും എന്തായിരിക്കും? 1 ചെറുതായിരിക്കും. ഓക്കെ. ദെൻ അടുത്ത നമുക്ക് പറയാനുള്ളതാണ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ആരാണ്? ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. എന്തായിരുന്നു പരാബോളയുടെ ലാറ്റിസ് റെക്ടം? എന്തായിരുന്നു? 4A ആണ്. എന്നാൽ എലിപ്സിന്റെ ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നത് 2B² ആണ്. ആരാണ്? 2B² ആണ്. ഓക്കെ. ഇത്രയും പഠിച്ചാൽ നമുക്ക് എലിപ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിത് ഓരോന്നും എങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൽക്കാലം ആ കോൺസെപ്റ്റ് പഠിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണല്ലോ. അപ്പൊ നമുക്കൊന്നും കൂടെ പറയാം. ഇയാളാണ് എലിപ്സ്. ഈ എലിപ്സിലെ വലിയ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2A ആണ്. ചെറിയ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് മൈനർ ആക്സിസ്. മൈനർ ആക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2B ആണ്. ഈ വലിയ ആക്സിസിലാണ് ഫോക്കസ് ഉണ്ടായിരിക്കുക. 2 ഫോക്കസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് C0, ഒന്ന് -C0 ആണ്. അതുകൊണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ +or-C0 ആണ്. ഈ 2 എൻ പോയിന്റുകളാണ് ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. 2 ആളുകൾ ഉള്ളതുകൊണ്ട് അതിന് വെർട്ടിസസ് എന്ന് പറയുന്നു. അതിന്റെ കോർഡിനേറ്റ് +or-A0 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പറഞ്ഞു ഈ ടൈപ്പ് എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a² + y²/b² = 1 ആണ്. ദെൻ നമ്മൾ പറഞ്ഞു എലിപ്സിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. നമുക്കറിയാം ഫോക്കസിലോട്ടുള്ള ദൂരം എന്താണ്? C ആണ്. അപ്പൊ ഈ സൈഡ് നമ്മൾ C എടുത്തു. ഈ മൈനർ ആക്സിന്റെ ടോട്ടൽ ലെങ്ത് 2B ആണ്. അപ്പൊ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ B ഉണ്ടായിരിക്കും. ഇയാൾ A ആണ്. ഇത് A എങ്ങനെ വന്നതെന്നൊക്കെ ശരിക്കും ഒരു വേറെ പ്രൂഫ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. ദെൻ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടുന്ന് റിലേഷൻ നമുക്ക് പറയാൻ പറ്റും A² = B² + C² ആണ്. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് SN. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടോ, കാരണം നമുക്ക് പല ആൻസറിലോട്ടും എത്തണമെങ്കിൽ ഇയാൾ വേണ്ടി വരും. അടുത്തത് എസെൻട്രിസിറ്റി ആണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A ആണ്. ആരാണ്? C/A എന്ന് വെച്ചാൽ C എന്ന് പറയുന്ന സൈഡും A എന്ന് പറയുന്ന സൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. നമുക്കറിയാം A എന്ന് പറയുന്നതാണ് ഈ 3 സൈഡിൽ ഏറ്റവും വലുത്. കാരണം അത് കർണമാണ് അല്ലെ. അയാൾ താഴത്താണ് വന്നത്. C/A ആണ്. അതുകൊണ്ട് ഇയാൾ എപ്പോഴും എന്തായിരിക്കും? 1 ചെറുതായിരിക്കും. ആരേക്കാൾ ചെറുതായിരിക്കും? 1 ചെറുതായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം അല്ലെ. ലാറ്റിസ് റെക്ടം എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ലൈൻ പാസിംഗ് ത്രൂ ദി ഫോക്കസ് ആണ്. വാട്ട് ഈസ് ലാറ്റിസ് റെക്ടം? ലാറ്റിസ് റെക്ടം ഈസ് എ ലൈൻ which is passing through the focus.
ഓക്കെ, അപ്പോൾ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് ആര്? ലാറ്റസ് റെക്ടം. നമ്മൾ നേരത്തെ പരാബോളയിൽ പറഞ്ഞില്ലടാ, ആ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതൊരു ഫോക്കസ് ആണല്ലോ, ഇതിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ദാ ഈ ലൈനാണ് ശരിക്കും എന്ത്? അതിന്റെ ലാറ്റസ് റെക്ടം. അത് ഇനി ഇവിടെ വരച്ചാലും ഈ ഫോക്കസിന്റെ പെർപെൻഡിക്കുലർ വരച്ചാലും തന്നെയാണ്, കണക്ക് തന്നെയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എലിപ്സ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ടൈപ്പ് കോണിക് സെക്ഷൻ ആണ്. ഒന്നാമത്തത് സർക്കിൾ ആണ്, സെക്കൻഡ് വൺ പരാബോളയാണ്, തേർഡ് വൺ ആരാണ്? എലിപ്സ് ആണ്. എലിപ്സിന്റെ തിയറി നമ്മൾ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പരാബോള പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 കേസസ് ഉണ്ട് അല്ലെ. ഒന്നുകിൽ പരാബോള തേങ്ങാമുറി ഇങ്ങനെ നിൽക്കും, തേങ്ങാമുറി ഇങ്ങനെ നിൽക്കും, തേങ്ങാമുറി മുകളിലോട്ട് നോക്കും, താഴോട്ട് നിൽക്കും. 4 കേസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എലിപ്സ് ആണ് അല്ലെ. എലിപ്സ് എത്ര കേസിൽ സംഭവിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വത്തക്ക ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ കുത്തനെ വെക്കാം അല്ലെ. 2 കേസല്ലേ ഉണ്ടാവുള്ളൂടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ എലിപ്സിന്റെ ഷേപ്പ് ഒന്നുകിൽ ഇതാ ഈ രൂപത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ ഫിഗർ ഇങ്ങനെ വന്നേക്കാം. 2 കേസേ ഉള്ളൂ അല്ലെ. പരാബോള 4 കേസ് ഉണ്ടായിരുന്നു, എലിപ്സ് 2 കേസാണ് ഉള്ളത്. അപ്പോ 2 കേസും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് പഠിച്ചാൽ ഈ ഭാഗത്ത് തിയറി എന്തായി? നമുക്ക് പക്കായി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് അല്ലെ, ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ് ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ആണ് ഇയാള്. ഓക്കെ, ദെൻ ഒന്നാമത്തെ ടൈപ്പിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, x² + y² + b² 1 ആണ് ഫസ്റ്റ് വണ്ണില്. ദെൻ രണ്ടാമത്തെ ടൈപ്പിൽ ചെറിയൊരു മാറ്റേ ഉള്ളൂ. ഈ a² ഉം b² ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? x² / b² + y² = 1 ഇതാണ് രണ്ടാമത്തെ കേസിൽ എന്തുണ്ടാവുക? ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ മേജർ ആക്സിസ് രണ്ടിലും ആര് തന്നെയാണ്? 2a ആണ്. മൈനർ ആക്സിസ് രണ്ടിലും തന്നെയാണ് 2b ആണ്. ക്ലിയർ? ഈസി. ദെൻ ഫോക്കൈ, ഒന്നാമത്തെ കേസിൽ ഫോക്കൈ നമ്മൾ പറഞ്ഞിരുന്നു ±C0 ആണ്. ആരാണ്? ±C0 ആണ്. അപ്പം ഇത് അടുത്ത് നേരെ തിരിഞ്ഞു വരും. എന്താ ഉണ്ടാവുക? 0 ± c ആവും രണ്ടാമത്തെ കേസിൽ. ഓക്കെ, ദെൻ ഒന്നാമത്തെ കേസിൽ വെർട്ടിസസ് എന്തായിരുന്നു? ±A0 ആയിരുന്നു. സെക്കൻഡ് കേസിൽ നേരെ തിരിഞ്ഞു വരും. എന്താവും? 0 ± a ആയിരിക്കും. ദെൻ നാലാമത്തത് ഫോക്കൈ ഇൻ. എവിടെയാണ് ഫോക്കൈ ഉണ്ടാവുക എന്നാണ്. നമ്മളെ ഫോക്കസ് എവിടെ ഉണ്ടാവുക എന്നാണ്. ഒന്നാമത്തെ കേസിലൂടെ ഫോക്കസ് ഇവിടെ അല്ലേ, എന്ന് വെച്ചാൽ എക്സ് ആക്സിലല്ലേ. സോ ഇവിടെ ഫോക്കൈ എവിടെയാണ്? എക്സ് ആക്സിലാണ്. രണ്ടാമത്തെ കേസിൽ ഫോക്കസ് എവിടെ ഉണ്ടാവുക? വൈ ആക്സിലാണ്. ക്ലിയർ? എക്സ് ആക്സ് വൈ ആക്സ്. അടുത്ത സെന്റർ ഞാൻ പറഞ്ഞു നമ്മൾ 0 കേസ് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തതുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. രണ്ടിലും തന്നെയാണ്, സെയിം ആണ്. ദാറ്റ് ഈസ് 2b² / a ആണ്. ആരാണ്? 2b² / a. ആരാണ്? 2b² / a. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എസെൻട്രിസിറ്റി ആണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c/a ആണ്. ആരാണ്? c/a ആണ്. രണ്ടിലും ആര് തന്നെയാണ്? c/a ആണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു, എലിപ്സിന്റെ എസെൻട്രിസിറ്റി 1 ചെറുതായിരിക്കും. എല്ലായ്പ്പോഴും എലിപ്സിന്റെ എസെൻട്രിസിറ്റി എന്തായിരിക്കും? 1 ചെറുതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, ആ റിലേഷൻഷിപ്പ്. എന്തായിരുന്നു റിലേഷൻഷിപ്പ്? a² = b² + c² ആണ്. a² = b² + c² ആണ്. ഈ റിലേഷൻഷിപ്പ് തന്നെയാണ് എവിടെയുള്ളത്? ഈ 2 കേസിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങളെ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, vertices, length of major axis, length of minor axis, length of lattice rectum, and eccentricity of the following ellipses. ഇതിൽ ഒന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നു മാത്രം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ചോദിച്ചത്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തന്നു. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ 1, x² / 25 + y² / 9 = 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ x² / 4 + y² / 25 = 1. തേർഡ് ക്വസ്റ്റ്യൻ 9x² + 4y² = 36. ഫോർത്ത് ക്വസ്റ്റ്യൻ x² / 25 + y² / 100 = 1. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 16x² + y² = 16. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ആൻസർ എഴുതി നോക്കാം.
നമ്മൾ പരാബോളയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പരാബോള 4 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ 4 എണ്ണത്തിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് പരിപാടി അതാണ്. അപ്പൊ എലിപ്സ് 2 രീതിയിലുള്ളത്. അപ്പൊ ആ 2 എണ്ണത്തിൽ ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x² + 25 + y² / 9 = 1. ഇതാണല്ലോ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇത് ഏത് ടൈപ്പാന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? 2 ടൈപ്പാണുള്ളത്. ഒന്ന് x² / a² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സെക്കൻഡ് വൺ x² / b² ഉണ്ട്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ടത് ഈ താഴത്തെ 2 സംഖ്യകളുണ്ടല്ലോ. ഇവിടെ 25 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. x² താഴെയാണ് വലിയ സംഖ്യ വന്നതെന്നുണ്ടെങ്കിൽ x² താഴെയാണ് വലിയ സംഖ്യ എന്ന് വെച്ചാൽ 25 9 ഉണ്ട്. ഇതിൽ വലുത് 25 ആണ്. അത് x² താഴെയാണ്. x² താഴെയാണ് വലുതുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആരാണടാ? ഒന്നാമത്തെ ടൈപ്പ് ആരാണ്? x² / a² + y² / b² = 1 ആണ്. നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണും. വെർട്ടീസ്, ഫോക്കൈ, മേജർ ആക്സിസ്, ലെങ്ത് എല്ലാം കാണണം. അത് കാണണമെങ്കിൽ നമുക്ക് ABC കിട്ടണം. ആര് കിട്ടണം? ABC കിട്ടണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ABC കാണലാണ്. ആര് കാണലാണ്? ABC കാണലാണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോ. a² സ്ഥാനത്ത് പെടുള്ളത് 25 ആണ്. a² = 25 ആണ്. a² = 25 ആണ്. സോ a = എന്തായിട്ട് എടുക്കും നമ്മൾ? √25. √25. a = എന്താണ്? 5 ആണ്. a = എന്താണ്? 5 ആണ്. ദെൻ b² എന്താണ്? b² എന്താണ്? 9 ആണ്. b² എന്താണ്? 9 ആണ്. സോ b എന്ത് വരും? √9. ദാറ്റ് ഈസ് എന്താണ്? 3 ആണ്. ഓക്കെ, നമ്മൾ ലെങ്ത് ആയതുകൊണ്ട് കേട്ടോ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്ത് 5 3 ആണ്. ഓക്കെ, എയും ബിയും അറിയാം, സി നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെ കാണാം? നമുക്ക് എ ബി സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാം. a² = b² + c² ആണ്. നമുക്ക് അറിയാത്തത് എന്താണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി അറിയൂല. ദെൻ നമുക്കറിയാം c = √a² - b² ആണ് √a² എന്ന് പറഞ്ഞാൽ എന്താണ്? 25 - √b² എന്ന് പറഞ്ഞാൽ എന്താണ്? b² എന്ന് പറഞ്ഞാൽ 9 ആണ്. ദെൻ 25 - 9 എത്രയാ? 25 - 9 എന്ന് പറഞ്ഞാൽ 11 16 ആണ്. √16 ആണ്. √16 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് അല്ലെ? അപ്പോ c = എന്താണ്? 4 ആണ്. നമുക്ക് വാല്യൂസ് കിട്ടി. എന്റെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്, സിയുടെ വാല്യൂ 4 ആണ്. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഒന്നാമത് നമുക്ക് വേണ്ടത് ഫോക്കയുടെ കോർഡിനേറ്റ് ആണ് അല്ലെ? ഫസ്റ്റ് ടൈപ്പിൽ ഫോക്കൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോക്കൈ എന്ന് പറഞ്ഞാൽ ± c0 ആണ്. = ± c എന്ന് പറഞ്ഞാൽ 4 ആണ്. 40. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? വെർട്ടിസസ് ആണ് അല്ലെ? ഫസ്റ്റ് കേസിൽ വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ± a0 ആണ്. = ± a എന്ന് പറഞ്ഞാൽ 5 ആണ്. ± 50. അപ്പോ ഫോക്കൈ ആയി, വെർട്ടിസസ് ആയി. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്തായിരുന്നു? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2a ആണ്. 2 × 5 = 10 ആണ്. അടുത്തെന്താണ്? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആണ്. മൈനർ ആക്സിസ് കാണാനുള്ള ഫോർമുല 2b ആണ്. 2 × b എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ആണ്. = 6 ആണ്. അടുത്ത് വേണ്ടത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആണ്. ആരാണ്? ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് അല്ലെ? ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് എങ്ങനെ കാണാം? 2b² a = 2 × b² എന്ന് പറഞ്ഞാൽ 3² ദാറ്റ് ഈസ് 9/a എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. = 18/5 ആണ്. അടുത്ത ലാസ്റ്റ് എസെൻട്രിസിറ്റി എന്താണ്? c/a ആണ്. c എന്ന് പറഞ്ഞാൽ 4 ആണ്. /a എന്ന് പറഞ്ഞാൽ 5 ആണ്. നമുക്ക് എല്ലാം കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അപ്പോ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് എലിപ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം കണ്ടോ നിങ്ങൾ? ഇത് ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ? എങ്ങനെ നോക്കുക? ഇവിടെ 4 ഉണ്ട്, 25 ഉണ്ട് അല്ലെ? നമുക്കറിയാം 25 വലുത്. 4ഉം 25 നോക്കുമ്പോൾ 25 വലുത്. പക്ഷെ x² താഴെയുള്ളത് ചെറിയ സംഖ്യയാണ്. x² താഴെ വലുതാണെങ്കിൽ ഒന്നാമത്തെ ടൈപ്പാണ്. x² താഴെ ചെറുതാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പാണ്. ഓക്കെ, ആ സെക്കൻഡ് ടൈപ്പ് വെച്ചിട്ട് കാണാം. മൂന്നാമത്തെ ടൈപ്പ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനത്തെ ഒരു ചോദ്യം? നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണണം.
അപ്പൊ ഏതാ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ചോദ്യം 9x² + 4y² = 36 ആണ്. അപ്പോ ഇത് എലിപ്സ് ആണോ? എലിപ്സ് ആണോ? ആണെങ്കിൽ ഏത് ടൈപ്പാണോ? 1 ആണോ 2 ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്ന് പറയുന്നത്. നമുക്കറിയാം 2 എലിപ്സുകളാണുള്ളത്. ഒന്നാമത്തെ കേസിലാണെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ x² / a² + y² / b² = 1. സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ x² / b² + y² / a² = 1. ഓക്കെ ആണല്ലോ. 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏതാണ്? അപ്പോ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം. എന്താ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ x² / something + y² / something = എന്തായിരിക്കണം? 1 ആയിരിക്കണം. = 1 ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിനെ എല്ലാ ടേമിനെയും 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ 9x² / 36 + 4y² / 36 = 36 / 36 ആണ്. ഓക്കെ. then 9x² / 36 9/36 നിങ്ങൾക്കറിയാം. 9 36ൽ എത്ര 9 പോകും? 4 പ്രാവശ്യം പോകും. അപ്പൊ എന്തായി? x² / 4 ആയി. പ്ലസ് 4 36 എത്ര ടൈംസ് പോകും? 9 ടൈംസ് ആണ്. ദാറ്റ് ഈസ് y² / 9 = 1. ഏതാ ടൈപ്പ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? നോക്കിക്കുക നിങ്ങൾ. x² താഴെ വന്നത് ചെറിയ സംഖ്യയാണ് അല്ലെ? 4 ആണ്, ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പാണ്. ഏത് ടൈപ്പാണ്? രണ്ടാമത്തെ ടൈപ്പാണ്. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് x² / b² + y² / a² = 1. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? കണ്ടെത്താം. അപ്പൊ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യന്റെ ആ മോഡലിലോട്ട് മാറി. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാം ഒരേ മെത്തേഡാണ്. ഓക്കെ. അപ്പൊ എലിപ്സിലെ നമ്മൾ എല്ലാ കോൺസെപ്റ്റുകളും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, എലിപ്സിൽ എസെൻട്രിസിറ്റി 1-നേക്കാൾ ചെറുതേ ആവുള്ളൂ. ഞാനത് വീണ്ടും പറയാൻ പ്രീവിയസിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് whose length of major axis equal to 20. Whose length of major axis equal to 20 and foci is equal to 0 + or -5 and foci is equal to 0 + or -5. അപ്പൊ ചോദ്യം ഈ കേസിൽ ആ എലിപ്സിന്റെ ഇക്വേഷൻ കാണാനാണ്. നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട് അല്ലെ? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടൈപ്പും സെക്കൻഡ് ടൈപ്പും ഉണ്ട്. ഇത് ഏത് ടൈപ്പാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പറ്റും. കാരണം ഫോക്കൈ തന്നിരിക്കുന്നത് ഏത് ഫോമിലാണ്? 0 + or -c എന്ന് പറഞ്ഞ ഫോമിലാണ് ഫോക്കൈ തന്നിട്ടുള്ളത്. ഇത് ഏത് ടൈപ്പിൻ്റെതാ? സെക്കൻഡ് ടൈപ്പിൻ്റെതാണ് അല്ലെ? അപ്പൊ നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ എന്താണ്? റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x² / b² + y² / a² = 1 ആണ്. സെക്കൻഡ് ടൈപ്പ് ആണ്. ഓക്കെ. ഈ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ എന്ത് കാണണടാ? എയും ബിയും കാണണം. എന്ത് കാണണം? എയും ബിയും കാണണം. നിങ്ങൾ നോക്കിക്കോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 20 ആണ് അല്ലെ? ഈ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് വായിക്കേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 20 ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? 2a = 20. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? a = 20/2 ദാറ്റ് ഈസ് 10 ആണ്. വേണമെങ്കിൽ a² എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. സിമിലർലി ഇവിടെ നിങ്ങൾ നോക്കിക്കോ. ഫോക്കൈ അല്ലെ? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 5 ആണ്. സി എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ c² എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ്. എന്തിനങ്ങനെ സ്ക്വയറിൽ എഴുതി വെക്കണത്? a² c² എന്നൊക്കെ എഴുതി വെക്കണത്? നമുക്ക് വേണ്ടത് ഇതിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? ഇക്വേഷനിൽ എയും ബിയും അല്ല വേണ്ടത്, മറിച്ച് a² b² ഒക്കെയാണ്. അപ്പൊ നമ്മൾ c² കണ്ടു, a² കണ്ടു അല്ലെ? അങ്ങനെയെങ്കിൽ b² കാണല്ലോ. കാരണം നമുക്കറിയാം a² = b² + c² ആണ്. അങ്ങനെയെങ്കിൽ b² എന്ന് പറഞ്ഞാൽ എന്താ? a² - c² ആണ്. a² എന്ന് പറഞ്ഞാൽ ആരാ? 100 ആണ്. -c² എന്ന് പറഞ്ഞാൽ ആരാ? 25 ആണ്. is equal to 75. b² is equal to 75 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ ഉണ്ടാവുക? x² / b². b² എന്ന് പറഞ്ഞാൽ 75 + y² / a² എന്ന് പറഞ്ഞാൽ എന്താ? 100 is equal to 1. അപ്പോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്, എലിപ്സ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എലിപ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് കോണിക് സെക്ഷൻ, ഹൈപ്പർബോള. ഹൈപ്പർബോള 4 കോണിക് സെക്ഷൻ. ഒന്നാമത്തെ സർക്കിൾ, രണ്ടാമത്തത് പരാബോള, മൂന്നാമത്തത് എലിപ്സ്, ഫോർത്ത് വൺ ഈസ് ഹൈപ്പർബോള. ആരാണ് ഹൈപ്പർബോള? നിങ്ങൾ എലിപ്സ് പഠിച്ചല്ലോ, ഇന്നാ പിന്നെ നിങ്ങൾ ഹൈപ്പർബോള പഠിക്കാനില്ല. കാരണം എലിപ്സിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്, സെയിം ഇക്വേഷൻസ് തന്നെയാണ് ഹൈപ്പർബോളയിൽ വരുന്നത്, ചെറിയ മാറ്റങ്ങൾ മാത്രം. ആ മാറ്റങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കി നിങ്ങൾ പഠിക്കണ്ട. മാറ്റം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് ബോൾ ശ്രദ്ധിക്കുക. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ ഈ 2 കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോള. ആരാണ് ഹൈപ്പർബോള? അല്ലെ, ഈ 2 കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ദെൻ ഇവിടെയാണ് ഇതിന്റെ ഒരു ഫോക്കസ് വരിക. ഒന്നാമത്തെ ഫോക്കസ് ഇവിടെയാണ്, ഇവിടെയാണ് ഇതിന്റെ രണ്ടാമത്തെ ഫോക്കസ് വരിക. ഇവിടെയാണ് ഇതിന്റെ സെന്റർ, ഒറിജിൻ 0 0 എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 0യിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ലെങ്ത് C ആണ്, അതുകൊണ്ട് ഇതിന്റെ കോർഡിനേറ്റ് C0 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, -C0 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരത്തിന് പറയുന്ന പേരാണ് ഇതിന്റെ വെർട്ടെക്സ്. ഇവിടെ അതാണ് വെർട്ടെക്സ്, ഇവിടെ ഇയാളാണ് ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ലെങ്ത് A ആണെങ്കിൽ ഈ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് A0 ആണ്, ഇവിടെ എന്താണ് -A0 ആണ്. ഇനി ഈ ഹൈപ്പർബോള നിൽക്കുന്ന ആക്സിസിലാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ടാവുക. ആരാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്? പറഞ്ഞോ, ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇതാ ഈ ഒരു ഭാഗമാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. ഓക്കെ, ദെൻ ഈ ലൈനിലാണ്, ഈ ഒരു കോർഡിനേറ്റിലാണ് നമ്മൾ കോൺജുഗേറ്റ് ആക്സിസ് ഉണ്ടാവുക. ആരാണ് കോൺജുഗേറ്റ് ആക്സിസ്? കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a ആണ്, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് ആരാണ് 2b ആണ്. ഓക്കെ, ഫോക്കൈ എന്താണ്, +or-C0 ആണ്. വെർട്ടിസസ് എന്താണ്, +or-A0 ആണ്. ക്ലിയർ? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്താണ്, 2a ആണ്. കോൺജുഗേറ്റ് ആക്സിസ് എന്താണ്, 2b ആണ്. ദെൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഇക്വേഷൻ എന്താ, ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. x² / a² - y² / b² = 1. ഒന്നാമത്തെ കേസ് x² / a² - y² / b² എന്താണ്, 1 ആണ്. ഇവിടെ എസെൻട്രിസിറ്റി നേരത്തെ എലിപ്സിൽ പറഞ്ഞ പോലെ എന്ത് തന്നെയാണ്, c/a തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇവിടെ എസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. എസെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലാണ് ഇവിടെ ഹൈപ്പർബോളയിൽ. അപ്പൊ എലിപ്സിലോ എസെൻട്രിസിറ്റി എന്താണ്, 1നേക്കാൾ കുറവാണ്. എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1നേക്കാൾ കുറവാണ് എവിടെ എലിപ്സിൽ. ഹൈപ്പർബോളയിലോ എസെൻട്രിസിറ്റിയുടെ വാല്യൂ 1നേക്കാൾ കൂടുതലാണ്. ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് c² = a² + b² ആണ്. ഹൈപ്പർബോളയിൽ റിലേഷൻഷിപ്പ് എന്താണ്, c² = a² + b² ആണ്. അപ്പൊ എലിപ്സിലോ a² = b² + c² ആണ്. മാറരുത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. 2 ടൈപ്പ് ഉണ്ടാവുമല്ലോ അല്ലെ. ഒന്നാമത്തെ ടൈപ്പിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. ഈ കേസ് ഒന്നാമതാണ്. ഇവിടെ ഫോക്കസ് ഒക്കെ ഇവിടെ ഉണ്ട്. സെക്കൻഡ് കേസ് എങ്ങനെ ഉണ്ടാവും, ഇവിടെ മുകളിലോട്ട് തിരിഞ്ഞേക്കും അല്ലെ. ഇതാണ് സെക്കൻഡ് കേസ്, ഇവിടെ ഫോക്കസ് ഉണ്ടാവും അല്ലെ. ഫോക്കസ് ഇവിടെ ഉണ്ടാവും. ഈ 2 കേസിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് നോക്കാം. ഞാനിവിടെ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോ ഞാൻ ഇക്വേഷൻ ആക്കുന്നുണ്ട് ഇവിടെ. ഇക്വേഷൻ ഓക്കെ. അപ്പോ ഇക്വേഷൻ എന്താ വരും, ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ കേസിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² - y² / b² = 1 ആണ്. പക്ഷെ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ എലിപ്സിൽ പറഞ്ഞ പോലെ അല്ല. എലിപ്സിൽ നമ്മൾ ഇവരെ തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈപ്പർബോളയിൽ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് x² ഉം y² ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. താഴെ മാറ്റമില്ല. അപ്പൊ എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക, y² / a² - x² / b² = 1. താഴെ രണ്ടിലും a² b² തന്നെയാണ്. ഈ മുകൾ ഭാഗം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. നടുവിൽ സൈൻ മൈനസ് ആണ്. ഓക്കെ,
ദെൻ രണ്ടാമത് വെർട്ടിസിന് മുമ്പായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഫോക്കൈ എന്നാട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ കൊടുക്കേണ്ടത് ഫോക്കൈ ആണ്. ഒന്നാമത്തെ ഫോക്കൈ എന്താ വരിക? പ്ലസ് ഓർ മൈനസ് C0. രണ്ടാമത്തിൽ 0 പ്ലസ് ഓർ മൈനസ് C. അതൊന്ന് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ എലിപ്സിൽ പറഞ്ഞ പോലെ വെർട്ടിസസ് എന്താ ഫിഗർ നോക്കി പറഞ്ഞോ. ഒന്നാമത്തെ കേസിൽ ഉണ്ടാവുക പ്ലസ് ഓർ മൈനസ് A0, രണ്ടാമത്തെ കേസിലോ 0 പ്ലസ് ഓർ മൈനസ് A. സെന്റർ എന്താ? നമ്മൾ പറഞ്ഞു സെന്റർ 0 വരുന്ന കേസേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. 0 0. ദെൻ ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്താന്ന് പറഞ്ഞു? 2a ആണ്. രണ്ടിലും ആര് തന്നെയാണ്? 2a ആണ്. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് രണ്ടിലും ഒന്ന് തന്നെയാണ്? 2b ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം നേരത്തെ എലിപ്സിൽ പറഞ്ഞ പോലെ തന്നെ ആരാണ്? 2b²/a ആണ്. 2b²/a ആണ്. എസെൻട്രിസിറ്റി ഇവിടെ c/a ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? ഇവിടെ എസെൻട്രിസിറ്റി 1-നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. ആരെക്കാൾ വലുതാവൂടാ? 1-നേക്കാൾ വലുതായിരിക്കും. ലാസ്റ്റ് റിലേഷൻഷിപ്പ് മാറരുത്. ഇവിടെ റിലേഷൻഷിപ്പ് c² = a² + b² ആണ്. c² = a² + b² ആണ്. എലിപ്സിലാണെങ്കിലോ a² = b² + c² ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യം ടേബിൾ പഠിച്ചാൽ എന്തായി? കൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ? നിങ്ങൾ എലിപ്സിൽ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ ചെയ്യാനുള്ളത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടിസസ്, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആൻഡ് എസെൻട്രിസിറ്റി ഓഫ് ദി ഫോളോവിങ് ഹൈപ്പർബോളാസ്. അതിൽ ഒന്നാമത്തെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. x²/9 - y²/16 = 1 ആണ്. ഇത് നമ്മൾ എലിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഇത് എങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ. ഏതൊക്കെ രണ്ട് ടൈപ്പ്? ഒന്നാമത്തെ ടൈപ്പ് x² a² - y² = 1. സെക്കൻഡ് ടൈപ്പ് ഏതാ? y² a² - x² = 1. എങ്ങനെ ടൈപ്പ് നമുക്ക് തിരിച്ചറിയാം? അതിനു വേണ്ടിയിട്ട് ഇവിടെ x² എന്ന് പറഞ്ഞ ഫോമിലല്ലടാ, ഇത് വേഗം മനസ്സിലാവും. x² എന്ന് പറഞ്ഞ ഫോമിലാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ്. y² എന്ന് പറഞ്ഞ ആ ഫോമിലാണെങ്കിൽ സെക്കൻഡ് ടൈപ്പാണ്. ഇതാരാണ്? ഒന്നാമത്തെ ടൈപ്പാണ് അല്ലെ? ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? x² a² - y² = 1 അല്ലെ? a² = 9 ആണ്. a² = 9 ആണ്. അതുകൊണ്ട് a = 3 ആണ്. b² എന്താണ്? 16 ആണ്. therefore b എന്താണ്? 4 ആണ്. b = 4 ആണ്. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ c കാണണം. പക്ഷെ ഇവിടെ റിലേഷൻഷിപ്പ് എന്താണ്? c² = a² + b². c² = a² + b² ആണ്. സോ c നമുക്ക് എയും ബിയും അല്ലേ ഉള്ളത്? c വേണം. c എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. ദാറ്റ് ഈസ് √a² എന്ന് പറഞ്ഞാൽ 9 + 16 ആണ്. അപ്പൊ എത്രയായി? 26. 25 √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. എയും ബിയും സിയും ഒക്കെ കിട്ടി. നമുക്കിനി ഫോക്കൈ കാണാം. ഫോക്കൈ എന്ന് പറഞ്ഞാൽ ആരാ? ഫോക്കൈ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസാണ്. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് C0 ആണ് പ്ലസ് ഓർ മൈനസ് C എന്ന് പറഞ്ഞാൽ 5 ആണ്. പ്ലസ് ഓർ മൈനസ് 50. അടുത്ത വെർട്ടിസസ് ആരാ? പ്ലസ് ഓർ മൈനസ് A0 ആണ് പ്ലസ് ഓർ മൈനസ് എയുടെ വാല്യൂ എന്താ? 3 ആണ്. 30. അടുത്തത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് വായിക്കണം കേട്ടോ. ഷോർട്ടാക്കി എഴുതിയാണ്. 2a ആണ്. 2 × a എന്ന് പറഞ്ഞാൽ ആരാ? a എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 × 3 = 6. അടുത്ത ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ്. കോൺജുഗേറ്റ് ആക്സിസ് 2b ആണ്. 2 × b എന്ന് പറഞ്ഞാൽ ആരാ? b എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 × 4 = 8. അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ്. ലാറ്റസ് റെക്ടം എങ്ങനെ കാണാം? ലാറ്റസ് റെക്ടം 2b²/a ആണ്. 2 × b² എന്ന് പറഞ്ഞാൽ എന്താ? b² = 16 ആണ്. ബൈ a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ 3 ആണ്. a എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് 32/3. 32/3 ആണ്. അടുത്തത് എസെൻട്രിസിറ്റി c/a ആണ്. c എന്ന് പറഞ്ഞാൽ ആരാ? c എന്ന് പറഞ്ഞാൽ 5 ആണ്. 5/a എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ് അല്ലെ? 5/3 എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ വലുതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഹൈപ്പർബോളയുടെ കേസിൽ എസെൻട്രിസിറ്റി എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തുകൂടാ. ഏത് ടൈപ്പാണിത്? ഇത് y² തുടങ്ങുന്നത്. സെക്കൻഡ് ടൈപ്പാണ്. മൂന്നാമത് ചെയ്തുകൂടെ? എലിപ്സിൽ പറഞ്ഞു എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എല്ലാ ടൈമിനെയും 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറും. ഓക്കെ,
ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം 2020 ഫെബ്രുവരി കാറ്ററ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം കേട്ടോ. 2020 കാറ്ററ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് an eccentricity less than 1? Which of the following has an eccentricity less than 1? അല്ലെ, 1നേക്കാൾ ചെറിയ എസെൻട്രിസിറ്റി ആർക്കാളുള്ളതെന്നാണ്. ആർക്കാളുള്ളത്? നമ്മളിപ്പോ സർക്കിളിന് എന്തായാലും നോർമൽ കേസിൽ എസെൻട്രിസിറ്റി പറഞ്ഞിട്ടില്ല, പരാബോളക്കും പറഞ്ഞിട്ടില്ല. എസെൻട്രിസിറ്റി പറഞ്ഞത് ഹൈപ്പർബോളക്കും എലിപ്സിനും ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹൈപ്പർബോളയുടെ കേസിൽ എസെൻട്രിസിറ്റി നമ്മൾ പറഞ്ഞിരുന്നു ആരെക്കാൾ വലുതാണ്, 1നേക്കാൾ വലുതാണ്. എലിപ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു എസെൻട്രിസിറ്റി 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ആൻസർ ആരാ, ലെസ് ദാൻ 1 ആണ്. 1നേക്കാൾ ചെറുതാവലാരാണ്, എലിപ്സിന്റെ കേസാണ്. ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ ക്ലാസ് ഈ ടോപ്പിക് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറയുന്ന കാര്യം ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻപിൽ നിങ്ങൾ ആരും ഇല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അശ്രദ്ധ മൂലം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, തിരുത്തുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ രണ്ടാമത് പറയാനുള്ള കാര്യം, നമ്മൾ ഇന്ന് എടുത്തത് കോണിക് സെക്ഷനാണ് അല്ലേ, കോണിക് സെക്ഷൻ ആണ്. നമുക്കറിയാം കാറ്ററ്റ് എക്സാമിന് നമ്മുടെ ഹൈസ്കൂൾ ലെവൽ മാത്രമല്ല +1 +2 കൂടെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോണിക് സെക്ഷൻസ് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, കോണിക് സെക്ഷൻ എന്ന് പറയുന്ന +1 ചാപ്റ്റർ എന്ത് ചെയ്യുക, അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ആർക്ക് ചോദിച്ച, +1കാർക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ചില ക്വസ്റ്റ്യൻസിൽ ഡൗട്ടുള്ള നിങ്ങൾ റെഫർ ചെയ്യും, അപ്പോൾ പുതിയ കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തത് ഈ കോണിക് സെക്ഷനെ വളരെ ചുരുങ്ങിയ രീതിയിൽ അല്ലേ, നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഐഡിയ ഉണ്ട്. ഈ ഒരു ലെവലിലൊക്കെ തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുള്ളൂ. എന്നിരുന്നാലും വീണ്ടും പറയാണ്, എന്നിരുന്നാലും കോണിക് സെക്ഷൻ ഒക്കെ എത്ര ലെവലിൽ വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ പറ്റുന്ന ആളുകൾ ആ +1 കോണിക് സെക്ഷൻ കംപ്ലീറ്റ് പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ, ഓവറോൾ ഐഡിയ ഉണ്ടാവും. മിക്കവാറും ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞത് കൂടുതൽ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മാർക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണിക് സെക്ഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊക്കെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. താങ്ക് യു.